നമസ്കാരം. പി കെ മീഡിയയുടെ ലൈഫ് ചാനലിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈന്ത് എന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ കൂടുതലായിട്ട് പരിചയപ്പെടുത്തുന്നത്. സൈക്കസ് ജനുസിൽപ്പെട്ട സൈക്കഡേസി കുടുംബത്തിലെ ഒരു വൃക്ഷമാണ് ഈന്ത്. പശ്ചിമഘട്ടം നമുക്ക് നൽകിയ അപൂർവ സസ്യജാലങ്ങളിൽ പെട്ട ഒരു വൃക്ഷമാണിത്. ഈന്ത് വംശനാശ ഭീഷണി നേരിടുന്ന സസ്യം കൂടിയാണ്. കാലം ഭൂമിക്കും അതിലെ വിഭവങ്ങൾക്കും മാറ്റങ്ങൾ അഥവാ പരിണാമങ്ങൾ വരുത്തിയെങ്കിലും ഒരു മാറ്റത്തിനും വഴങ്ങാതെ നിലനിന്ന ചില അപൂർവ വൃക്ഷങ്ങളിൽപ്പെട്ട ഒന്നാണ് ഇത്. പനയുടെ വർഗത്തിൽപ്പെട്ട ഈന്ത് മരത്തിന് ഭൂമിയോളം പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ദിനോസറുകളുടെ കാലത്ത് പോലും ഈന്തുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം. ഇതിൻ്റെ ശാസ്ത്രീയ നാമം സൈക്കസ് സർക്കിനാലിസ് എന്നുള്ളതാണ്. മലയാളത്തിൽ ഈന്ത് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. ഈന്തപ്പന എന്ന് പറയുന്ന വേറെയാണ്, ഇത് ഈന്താണ്. ഇംഗ്ലീഷിൽ ഇതിനെ സാഗോ പാം എന്നും ക്യൂൻ സാഗോ എന്നും ഫാൾസ് സാഗോ എന്നും ഫേൺ പാം എന്നും വിളിക്കാറുണ്ട്. കന്നഡ ഭാഷയിൽ ഇതിനെ ഗുദ്ദിച്ചലു, മുണ്ടിച്ചലു, മണ്ടിച്ചലു, കാടുമദനമസ്തി എന്നൊക്കെ വിളിക്കാറുണ്ട്. തമിഴിൽ ഇതിനെ മദനക്കാമപ്പൂ എന്നാണ് വിളിക്കുക. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. ഇന്ത്യയിൽ കേരളത്തിൽ ധാരാളമായിട്ടുണ്ട്. കേരളത്തെ കൂടാതെ ഗുജറാത്തിൽ ഉണ്ട്. ഇന്ത്യക്ക് അതുപോലെ തന്നെ നമ്മുടെ കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശങ്ങളിലൊക്കെ അപൂർവമായിട്ട് കാണുന്നുണ്ട്. ഇന്ത്യക്ക് പുറത്ത് ആഫ്രിക്ക, ശ്രീലങ്ക, മലഗാസ്കി എന്നീ രാജ്യങ്ങളിലും ഈന്ത് കണ്ടുവരുന്നുണ്ട്. ആഫ്രിക്കയാണ് ജന്മസ്ഥലം എന്നാണ് പറയപ്പെടുന്നത്. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും അധികം ഇല്ലാത്തൊരു വൃക്ഷമാണ് ഈന്ത്. എന്നാൽ വടക്കൻ കേരളത്തിൽ ഇത് വളരെ സാധാരണമായിട്ട് കാണപ്പെട്ടിരുന്നു. മലബാറിൽ പരക്കെ കണ്ടിരുന്നു. പറമ്പുകളുടെ അതിർത്തിയിലും വരമ്പുകളിലുമാണ് സാധാരണയായി ഈ മരം ഉണ്ടായിരുന്നത്. അതിർത്തികളെല്ലാം കരിങ്കല്ലും മറ്റും ഉപയോഗിച്ച് കെട്ടുക വഴി ഈ മരവും അപൂർവമായി തീർന്നു. രൂപവിവരണം നോക്കാം. 8 മീറ്റർ വരെ ഉയരത്തിൽ വളരാവുന്ന സസ്യമാണ് ഈന്ത്. തെങ്ങിനെപ്പോലെ ഒറ്റത്തടി വൃക്ഷമാണ് ഈന്ത്. എങ്കിലും ചില ഈന്തുകൾക്ക് ഒന്നിൽ കൂടുതൽ തലകൾ ഉണ്ടാകാറുണ്ട്. തെങ്ങിൻ്റെ ഓലകളോട് സാമ്യമുള്ള നേർത്ത ഇലകളാണുള്ളത്. 5 തുടങ്ങി 6 അടി വരെയുള്ള നീളമാണ് ഓലയ്ക്കുള്ളത്. ഇതിനെ ഈന്തോലപ്പട്ട എന്നാണ് വിളിക്കുക. ഒരു വർഷത്തിൽ ഒരു തട്ട് ഇലകളുണ്ടാകും. ഒരു തട്ടെന്ന് വെച്ചാൽ ഒറ്റ ഇലയല്ല, ഒരു നിര ഇല ഉണ്ടാകും. തടിയിൽ സൂക്ഷിച്ച് നോക്കിയാൽ ഈ തട്ടുകളുടെ പാടുകൾ കാണാൻ പറ്റും. അവ എണ്ണി നോക്കിയാൽ ഏറെക്കുറെ ഈന്തിൻ്റെ പ്രായം കണക്കാക്കാൻ പറ്റും. ഈന്തിൽ ആൺവർഗവും പെൺവർഗവും രണ്ടായി കാണപ്പെടുന്നു. രണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ആൺവൃക്ഷം കായ്ക്കില്ല എന്നതാണ്. ഏതാണ്ട് 20-25 വർഷമെടുക്കും ഇത് കായ്ച്ചു തുടങ്ങാനായിട്ട്. അതുവരെ ആൺവൃക്ഷത്തെയും പെൺവൃക്ഷത്തെയും തിരിച്ചറിയാൻ പ്രയാസമാണ്. കായ്ക്കാൻ തുടങ്ങിയാൽ ഒരു ഗോൾഡൻ കളറുള്ള ഒരു പൂ മാത്രമേ ആൺവൃക്ഷത്തിൽ ഉണ്ടാവുകയുള്ളൂ. പെൺവൃക്ഷത്തിൽ നെല്ലിക്കയുടെ വലിപ്പമുള്ള കുറേ കായ്കൾ ഉണ്ടാകും. മെയ് ജൂൺ മാസങ്ങളിലാണ് ഈന്ത് കായ്ക്കുന്നത്. ഇതെല്ലാ വർഷവും കായ്ക്കണമെന്നില്ല. ചിലപ്പോൾ ഒന്നരാടം വിട്ടോ ചിലപ്പോൾ 2 വർഷത്തിലോ 3 വർഷത്തിലോ കൂടിയാണ് കായ്ക്കുക. കായ്ക്കാത്ത വൃക്ഷങ്ങളിൽ കൂടുതൽ ഇലകൾ കിളിർത്ത് വളരെ സുന്ദരിയായിട്ട് ഈ വൃക്ഷം നിൽക്കുന്നത് കാണാൻ പറ്റും. ഈ കായ്ക്കുള്ളിലുള്ള വിത്തുകളാണ് ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുക. ഏതാണ്ട് 100 വർഷത്തിലേറെ ജീവിത ദൈർഘ്യമുള്ളതാണ് ഈന്ത്. ഇതിന് ഏത് കാലാവസ്ഥയും അതിജീവിക്കാനുള്ള കരുത്തുണ്ട്. പരിചരണം തീരെ ആവശ്യമില്ലാത്തൊരു മരമാണിത്. പ്രധാനമായും വവ്വാലുകളാണ് ഈന്തിൻ്റെ വിത്ത് വിതരണം നടത്തുന്നത്. കായ്കൾ ഭക്ഷിക്കുന്ന വവ്വാലുകൾ കായുടെ പുറംകവചം മാത്രം ഭക്ഷിച്ച ശേഷം വിത്ത് ഉപേക്ഷിക്കുന്നു അല്ലെങ്കിൽ വിസർജിച്ച് കളയുന്നു. അങ്ങനെ വിത്ത് പല സ്ഥലങ്ങളിലായി വിതരണം ചെയ്യപ്പെടുന്നു. പൊതു ഉപയോഗങ്ങളെ നോക്കാം. നാട്ടുമ്പുറങ്ങളിൽ സുലഭമായിരുന്ന ഈന്ത് എന്ന മരത്തിന് പണ്ട് രാജപദവിയായിരുന്നു. കല്യാണപന്തൽ കമനീയമാക്കാൻ, ഉത്സവത്തിനും പെരുന്നാളിനും സ്വീകരണത്തിനും അലങ്കാരമൊരുക്കാൻ, ക്രിസ്തുമസിൻ്റെ പുൽക്കൂടൊരുക്കാൻ ഈന്തിലയില്ലാതെ പറ്റില്ല. ഈന്തിലയുടെ രൂപഭംഗി ഒന്ന് വേറെ തന്നെയാണ്. വളരെ മിനുസമുള്ള ഇലകളാണ്. മലബാറിൽ ചിലയിടങ്ങളിൽ ഈന്തിൻ്റെ കായ വെട്ടി ഉള്ളിലെ പരിപ്പെടുത്ത് ഉണക്കി പൊടിച്ച് ആ മാവ് കൊണ്ട് ഈന്തിൻ പൊടി, നമ്മുടെ അല്ലെങ്കിൽ മറ്റു നാട്ടിൽ പിടി എന്ന് പറയും, പൊടി എന്നാണ് മലബാറുകാർ പറയുക. ഏതായാലും ഈന്തിൻ്റെ പൊടി അഥവാ പിടി എന്ന വിശിഷ്ട വിഭവം തയ്യാർ ചെയ്യാറുണ്ട്. തെക്കൻ കേരളത്തിൽ ഈന്തിൻ കായ ഉണക്കിപ്പൊടിച്ച് ഈന്തുപുട്ടും മറ്റു വിഭവങ്ങളും ഉണ്ടാക്കാറുണ്ട്.
സാധാരണ നമ്മുടെ അരിമാവ് ഗോതമ്പ് മാവ് കൊണ്ടൊക്കെ ഉണ്ടാക്കാവുന്ന ഏതാണ്ട് എല്ലാ ഭക്ഷ്യവിഭവങ്ങളും ഈന്തിൻ്റെ പൊടി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. പണ്ട് പറമ്പിൻ്റെ അതിരുകൾ തിരിക്കാൻ ഈന്ത് നട്ടുപയോഗിച്ചിരുന്നു. ഈന്ത് മരം വെട്ടി കറ എടുത്ത് വിൽക്കുമായിരുന്നു. ഈന്തിൻ്റെ തടി ഉണക്കി പൊടിച്ച് ലഹരി വസ്തുക്കൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈന്ത് പൂന്തോട്ടങ്ങളിൽ നട്ടുപിടിപ്പിക്കാവുന്ന ഒരു മനോഹര സസ്യമാണ്. മലബാറുകാർക്ക് ഈന്ത് ഗ്രഹാതുരത്വം ഉണർത്തുന്ന മരമാണ്. ഈന്തിൻ പട്ടകൾ ഉപയോഗിച്ച് കുട്ടികൾ കളിവീടുണ്ടാക്കാറുണ്ടായിരുന്നു. വേനലവധിക്ക് കുട്ടിപ്പീടികകളും ഈന്തിൻ പട്ടകൾ ഉപയോഗിച്ചുണ്ടാക്കാറുണ്ടായിരുന്നു. ഈന്തിൻ്റെ തടി ഉപയോഗിച്ച് ഈന്തിൻ്റെ വണ്ടി ഉണ്ടാക്കുമായിരുന്നു. തടി ഉപയോഗിച്ച് ചക്രം ഉണ്ടാക്കും. തടി 4-5 ഇഞ്ച് കനത്തിൽ വെട്ടിയെടുത്ത് ഉള്ളിലെ ചോറ് കളഞ്ഞാണ് ചക്രം ഉണ്ടാക്കുക. ഇങ്ങനെ 4 ചക്രങ്ങളും മരപ്പലകളും മറ്റും ഉപയോഗിച്ച് അതൊരു വണ്ടിയാക്കി മാറ്റും. കയർ കെട്ടിയാണ് വണ്ടി വലിക്കുന്നത്. ഒരു വണ്ടിയിൽ 4-5 കുട്ടികൾ വരെ കയറിയിരിക്കും. ഈന്തിൻ കായയുടെ ഉള്ളിലുള്ള കാമ്പ് കളഞ്ഞ് നൂലും ആണിയും ഉപയോഗിച്ച് കറക്കുന്ന ഒരു വിദ്യയും പണ്ട് കുട്ടികളുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. ഔഷധ മൂല്യത്തെ നോക്കാം. ഈന്തിൻ്റെ വിത്തുകളും ഇലയും ആയുർവേദ ഔഷധ ഗുണമുള്ളതായിട്ട് കരുതപ്പെടുന്നു. പൂമ്പൊടിക്ക് ലഹരിയുടെ സ്വഭാവമുണ്ട്. അൾസർ, ക്ഷുദ്രജീവികളുടെ കടി, വാതം, പിത്തം, നീരുവീക്കം എന്നിവയുടെ ചികിത്സയ്ക്ക് ഈന്ത് വിവിധ തരത്തിൽ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചു വരാറുണ്ട്. 100-ലധികം രോഗങ്ങൾക്കെതിരെ പ്രതിരോധശേഷി കൂട്ടാൻ ഈന്ത് നല്ല ഒരു ഔഷധമാണെന്ന് പറയപ്പെടുന്നു. ഈന്ത് ലേഹ്യവും ആയുർവേദത്തിൽ ലഭ്യമാണ്. ഔഷധപ്രയോഗങ്ങളെ നോക്കാം. ചെന്നിക്കുത്തിന് ഈന്തോലയുടെ നീര് പുരട്ടിയാൽ ശമനമുണ്ടാകും. 2, ഇതിൻ്റെ ഓല ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ സൂര്യാഘാതത്തിന് ആശ്വാസം ലഭിക്കും. 3, ഈന്തോലയുടെ നീര് തേച്ച് കഴിഞ്ഞാൽ കാലിലെ ഉപ്പൂറ്റിയിലുണ്ടാകുന്ന വിള്ളലുകൾ മാറാൻ സഹായകരമാകും. 4, വിത്തിൻ്റെ പൊടി എണ്ണയിൽ ചാലിച്ച് വ്രണങ്ങൾ, മുറിവുകൾ, വീക്കങ്ങൾ എന്നിവയിൽ ലേപനമായി പുരട്ടിയാൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. 5, ഇളം ഇലയുടെ നീര് വായുവിൻ്റെയും ഛർദിയുടെയും ചികിത്സയിൽ അകത്ത് ഉപയോഗിക്കാറുണ്ട്. 6, ചുമ ശമിപ്പിക്കാൻ ഇലകളുടെ കഷായം കുടിക്കുന്നത് ശമനം നൽകുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ നോക്കാം. ഈന്തിൻ്റെ വിത്താണ് ഭക്ഷണാവശ്യത്തിന് ഉപയോഗിക്കുന്നത്. ഈന്ത് വളരെ പോഷക ഗുണമുള്ളതും ഔഷധ ഗുണമുള്ളതുമൊക്കെയാണ് എങ്കിൽ കൂടിയും കൃത്യമായ ശുദ്ധി വരുത്താതെ ഉപയോഗിച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. ശരീരത്തിന് ഹാനികരമായ ആൽക്കലോയിഡുകളും അമിനോ ആസിഡുകളും അടങ്ങിയതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ശുദ്ധി ചെയ്ത് വേണം ഉപയോഗിക്കാൻ. പഴയ കാലങ്ങളിൽ വിത്ത് ഉണക്കി വെച്ചിരുന്ന് 1 വർഷം കഴിഞ്ഞ് പൊടിച്ചാണ് ഉപയോഗിച്ചിരുന്നത്. അത്രയും നാൾ ഉണക്കി വെച്ചുകൊണ്ടിരുന്നാൽ അതിൻ്റെ കട്ട് മാറുമെന്നാണ് പൂർവികർ കരുതിയിരുന്നത്. ഇപ്പോൾ ഈന്തിൻ കായ പൊളിച്ച് പരിപ്പെടുത്ത് വെള്ളത്തിലിടും. ദിവസവും വെള്ളം മാറ്റിക്കൊണ്ടിരിക്കും. അങ്ങനെ 7 ദിവസം മാറ്റിയ വെള്ളത്തിലിട്ടുകൊണ്ടിരുന്നാൽ അതിൻ്റെ കട്ട് മാറി അത് ഉണക്കി പൊടിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഏതെങ്കിലും വിധത്തിൽ ശുദ്ധി ചെയ്യാതെ ഭക്ഷണമാക്കിയാൽ തലകറക്കം, വയറിളക്കം, ഛർദി മുതലായവ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് ആശംസിക്കുന്നു. ഔഷധ പ്രയോഗങ്ങൾ വൈദ്യൻ്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാനായിട്ട്. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.